നിങ്ങളുടെ ഇഷ്ട പരമ്പരകൾ എക്സ്ക്ലൂസീവായി സൺ നെക്സ്റ്റ് ആപ്പിലൂടെ തികച്ചും ഫ്രീ ആയി ഇപ്പോഴേ ആപ്പ് ഡൗൺലോഡ് ചെയ്യൂ. നീയേ നിന്റെ വീട്ടിലേക്ക് പൊയ്ക്കോ. എന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ വിളിക്കാം. അയ്യടാ, ആ പൂതി അങ്ങ് മനസ്സിൽ വെച്ചാ മതി. ഞാൻ ഈ വീട്ടിൽ എവിടെയെങ്കിലും പോയി റെസ്റ്റ് എടുക്കാമെന്നാ പറഞ്ഞത്. സർ, എന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ നിധിയിൽ നിന്ന് നീട്ടി വിളിച്ചാ മതി, ഞാൻ പറഞ്ഞെത്തും. ശരി. പറന്നു വരാൻ അവളെന്താ കാക്കയോ? അല്ലമ്മേ, മാടപ്രാവ്. നിങ്ങളെന്താ കുന്തം വിഴുങ്ങിയതുപോലെ നിൽക്കുന്നെ? വേഗം ജോലി തുടങ്ങ്. ശരി മാഡം. ഒരു മണിക്കൂറിനുള്ളിൽ നിങ്ങളെ ഞാൻ ഇവിടുന്ന് പറപ്പിക്കും. അതിനുള്ള വിദ്യയൊക്കെ എനിക്കറിയാം. ഓഹോ, റെസ്റ്റ് എടുക്കാനാണോ ഇവിടെ വന്നത്? കാണിച്ചു തരാം. അമ്മ നോക്ക്, ഈ നോട്ട്സിന് എന്താ കുഴപ്പം? വൃത്തിയില്ലെന്ന് ടീച്ചർ പറഞ്ഞാ ഞാൻ എങ്ങനെ സമ്മതിച്ചു കൊടുക്കും? ഈ അക്ഷരങ്ങളൊക്കെ കുറച്ചുകൂടി ക്ലിയർ ആക്കണം. അതുപോലെ ഈ സൈഡിലൊക്കെ എന്താ വരച്ചു വെച്ചിരിക്കുന്നത്? അത് പിന്നെ ക്ലാസ്സിൽ ബോറടിക്കുമ്പോ കുത്തി വരയ്ക്കുന്നതാ. ഹാ, അതുകൊണ്ട് തന്നെ മുഴുവൻ പോയി മാറ്റി എഴുതാൻ ടീച്ചർ പറഞ്ഞത്. മുഴുവൻ പോയി മാറ്റി എഴുതിക്കും. എന്തു പറ്റി? മുഖത്തൊരു തെളിച്ചില്ലല്ലോ. എങ്ങനെ തെളിയും? ഏട്ടനെ നോക്കാൻ വസുന്ധര ആന്റി പുതിയ ഹോം നേഴ്സിനെ കൊണ്ടുവന്നത് അമ്മ കണ്ടില്ലേ? ഞാൻ പൊയ്ക്കോളാന്ന് പറഞ്ഞപ്പോ എന്തായിരുന്നു ആന്റിയുടെ സന്തോഷം? ഞാനങ്ങ് വീട്ടിൽ പോവാണെന്ന് വിചാരിച്ചു. കഴിവതും വഴക്കുണ്ടാക്കില്ല എന്ന് തീരുമാനിച്ചതുകൊണ്ട് മാത്രമാ ആന്റിയെ ഞാൻ വെറുതെ വിട്ടത്. ആന്റി വരുന്നു. ഇവിടെ ആർക്കും എന്താ കിച്ചണിൽ ജോലിയൊന്നും ഇല്ലേ? എല്ലാം തീർന്നിരിക്കുക വസു. നിനക്ക് എന്തെങ്കിലും വേണോ? ആ, ആനമുട്ട പുഴുങ്ങിയത് ഒരു പ്ലേറ്റ് എടുക്കാൻ മരുമോളോട് പറ. ആ, ആനമുട്ട കൊണ്ടുവന്നാ പുഴുങ്ങിത്തരാം. പത്രത്തിൽ മുഖം പൂഴ്ത്തിയിരിക്കാൻ നാട്ടിലെന്താ വല്ല അപകടവും നടന്നോ? യുവതി അമ്മായിയമ്മയുടെ തലക്കടിച്ചു. ഭയങ്കരം. തിരുവനന്തപുരം ഭർത്താവിൽ നിന്നും മനഃപൂർവ്വം അകറ്റാൻ ശ്രമിച്ച ഭർത്തൃമാതാവിനെ യുവതി തലക്കടിച്ച് വീഴ്ത്തി. സ്വന്തം മുറിയിൽ നിന്നും പുറത്താക്കാൻ ശ്രമിച്ചപ്പോഴാണ് യുവതി അക്രമാസക്തയായത്. നമ്മുടെ നാട്ടിലെ പെണ്ണുങ്ങൾ ഇങ്ങനെ തുടങ്ങിയാൽ എന്ത് ചെയ്യും അമ്മേ? ഭാരത സ്ത്രീകൾക്കൊരു കുലീനത വേണ്ടേ? ഇവളെയൊക്കെ ചാട്ടവാറിനടിക്കണം. ആ, എന്താ സംശയം? ഈ വീട്ടിലൊരു ചാട്ടവാറിന്റെ കുറവുണ്ട്. അയ്യോ ആന്റി, ഇവിടെ അത്തരം ശിക്ഷകളൊന്നും വേണ്ട. പത്രത്തിൽ കണ്ട അമ്മായിയമ്മ ദുഷ്ടയായതുകൊണ്ടാ ഞാൻ ചാട്ടവാറിനടിക്കണമെന്ന് പറഞ്ഞത്. അമ്മായിയമ്മയല്ല, ആ മരുമകളെയാ ശിക്ഷിക്കേണ്ടത്. പക്ഷെ ഞാൻ തലക്കടിച്ച ചേച്ചിയുടെ ഭാഗത്താ. മോശയുടെ സ്വഭാവം കാണിക്കുന്ന അമ്മായി അമ്മമാരുടെ തലക്കടിക്കുന്നതിൽ ഒരു തെറ്റുമില്ല. കല്യാണം കഴിഞ്ഞാൽ മറ്റു ബന്ധുക്കൾ അവരെ അവരുടെ ഇഷ്ടത്തിന് ജീവിക്കാൻ അനുവദിക്കണം. അല്ലെങ്കിൽ ഇതും ഇതിനപ്പുറം നടക്കും, അല്ലേ? തലക്കടിച്ചത് സ്വയരക്ഷയ്ക്ക് വേണ്ടിയാണെന്ന് കോടതിയിൽ വാദിച്ച പാവം യുവതി ശിക്ഷയിൽ നിന്ന് രക്ഷപ്പെടും. ആരെങ്കിലും ഒന്ന് സഹായത്തിന് റൂമിലേക്ക് വരണം. എന്തിന്? ഗൗതം സാറ് കുളിക്കണമെന്ന് പറഞ്ഞ് വാശി പിടിക്കുക. കട്ടിലിൽ നിന്ന് ഞാൻ വിചാരിച്ച എഴുന്നേൽപ്പിക്കാൻ പറ്റില്ല. അവൻ അത്ര ആവശ്യതയൊന്നും കണ്ടില്ലല്ലോ. അങ്ങനെ ഞാനും കരുതിയത്. പക്ഷെ സാറിനെ പൊക്കാൻ പറ്റുന്നില്ലല്ലോ. എല്ലിന് നല്ല മൂപ്പല്ലേ,
സാധാരണക്കാരെ കൊണ്ട് സാറിനെ ഉയർത്താൻ പറ്റില്ല. ഇന്ന് തന്നെ ഏജൻസിയിൽ വിളിച്ച് കുറച്ചുകൂടി ആരോഗ്യമുള്ള ഒരു ഹോം നഴ്സിനെ തരാൻ ഞാൻ പറയും. നഴ്സിംഗ് കോഴ്സിൽ പഠിക്കുന്നത് രോഗിയെ പരിചരിക്കാനല്ലേ, കുസ്തി പിടിക്കാനല്ലല്ലോ. ഒരു സൈഡിലിരുന്ന് നീ എനിക്കിട്ട് താങ്ങുന്നതേ എനിക്ക് മനസ്സിലാവുന്നില്ല എന്ന് കരുതരുത്. മനസ്സിലായിട്ട് എന്താ കാര്യം? മനസ്സിലായിട്ടും മനസ്സിലാവാത്തതുപോലെ പെരുമാറിയാൽ മനസ്സിലായതുകൂടി മനസ്സിലാവാതെ പോവും. മനസ്സിലായോ യാമിനി മോളെ? മനസ്സിലായി ചേച്ചി. കുട്ടിയാണെങ്കിലും നീ പെട്ടെന്ന് മനസ്സിലാക്കും. പക്ഷേ വേറെ ചിലർക്ക് മനസ്സിലാവണമെങ്കിലേ തലയ്ക്ക് നല്ല അടി കിട്ടണം. ഞാൻ ഉദ്ദേശിച്ചത് പത്രത്തിൽ കണ്ട അമ്മായിയമ്മയാ. അതെ, ഞാനിപ്പോ എന്ത് ചെയ്യണം അത് പറ. പുതിയ ആളെ ഏജൻസിന്ന് വന്നിട്ട് സാറിനെ കുളിപ്പിച്ചാ മതിയോ? അയ്യോ, അതൊന്നും പറ്റില്ല. വൈകി അവൻ കിടന്ന് പ്രശ്നം ഉണ്ടാക്കും. ഉദ്ദേശിക്കുന്നത് അപ്പം നടക്കണം. അതാ പ്രകൃതം. ഞാൻ വരാം. കുഞ്ഞുനാളില് ഈ കൈ കൊണ്ട് ഞാൻ അവനെ ഒരുപാട് കുളിപ്പിച്ചിട്ടുള്ളതാ. ഇപ്പോഴും അതിനെനിക്ക് ഒരു മടിയുമില്ല. സാറിനെ ആന്റിയെ കൊണ്ട് എഴുന്നേൽപ്പിക്കാൻ പോലും പറ്റില്ല. പിന്നെ ബേത്തിങ് ഷീറ്റിൽ കൈയും കാലും ഇളക്കി കിടക്കുന്ന കുഞ്ഞുവാവേ അല്ല ഇപ്പൊ സാറ്. അവിടെ അടങ്ങി നിൽക്ക്. എടീ, ഈ അഹങ്കാരം ഞാൻ പൊറുക്കില്ല. പ്രശ്നം ഉണ്ടാക്കേണ്ട വസു. ഓരോ വാർത്തകൾ കാണുമ്പോ എനിക്ക് പേടിയാ. ഞാനിപ്പോ നിക്കണോ പോണോ? നീ ഇവിടെ തന്നെ നിന്നാ മതി. പോകേണ്ടത് അവളാ. സർ, സാർ കുളിക്കണമെന്ന് പറഞ്ഞോ? ഞാനേ ആ ഹോം നേഴ്സിന് ഒരു പണി കൊടുത്തതാ. കുളിക്കണമെന്ന് ഞാൻ പറഞ്ഞപ്പോ അവരെന്നെ എഴുന്നേൽപ്പിക്കാൻ ശ്രമിച്ചു. ഞാനപ്പോ നല്ല പോലെ ബലം പിടിച്ചങ്ങ് കിടന്നു. പാവം, എന്നെ ഉയർത്താൻ ശ്രമിച്ച അവരുടെ നടുവൊടിഞ്ഞു കാണും. എനിക്ക് അപ്പോഴേ തോന്നി. പക്ഷെ വസുന്ധരാന്റിയെ സാറിനെ ഉയർത്താനായി ആരോഗ്യമുള്ള ആളെ അന്വേഷിക്കുന്നുണ്ട്. അയ്യോ, അവനവൻ കുരുക്കുന്ന കുരുക്ക് ഗുലുമാലാവോ? സാറിനെ ഞാൻ പുഷ്പം പോലെ എഴുന്നേൽപ്പിച്ചത് കണ്ടോ? ഓ, എന്തൊരു കരുത്താ എന്റെ ഭാര്യയ്ക്ക്. നിങ്ങളെ കൊണ്ട് ഒരു ഗുണവും ഇല്ലാതായി പോയല്ലോ. ഈ മാഡം കരാട്ടെ ആയിരിക്കും, അതാ ഇത്ര ശക്തി. ആ, അത്യാവശ്യം അടിതടയൊക്കെ എനിക്കും വശമുണ്ട്. പക്ഷേ കല്യാണം കഴിഞ്ഞതിന് ശേഷം ഒന്നും ഉപയോഗിക്കേണ്ടി വന്നില്ല. പ്രാക്ടീസിന്റെ കുറവ് ചെറുതായിട്ടുണ്ട്. എല്ലാവരും ഒന്ന് പുറത്തേക്ക് ഇറങ്ങൂ പ്ലീസ്. എന്റെ ഭർത്താവിനെ ഞാനൊന്ന് കുളിപ്പിച്ചോട്ടെ. എനിക്ക് ബാലഗോപാലിനെ എണ്ണ തേപ്പിക്കാനുള്ള സമയമായി. ഗൗതമിനെ നീ അല്ല കുളിപ്പിക്കുന്നത്, ഞാനാ. ഹോം നഴ്സ് വരൂ, നമുക്കിവനെ വാഷ്റൂമിലേക്ക് കൊണ്ടുപോവാം. ഈ സാറിന് നമ്മളെക്കാൾ ഉപകരിക്കുന്നത് വൈഫാണ് മാഡം. മാഡം കൂടെ നിന്ന സാറിന്റെ പ്രശ്നങ്ങള് പെട്ടെന്ന് തന്നെ മാറും. ദേ, ഇവിടുത്തെ കാര്യങ്ങളിൽ നിങ്ങൾ കൂടുതൽ അഭിപ്രായമൊന്നും പറയണ്ട. നിങ്ങൾക്ക് വയ്യെങ്കിൽ അത് മാത്രം പറഞ്ഞാൽ മതി. എനിക്ക് പറ്റില്ല മാഡം. തിരിഞ്ഞു നോക്കാൻ സ്വന്തം മക്കൾ പോലും ഇല്ലാത്ത കിടപ്പ് രോഗികൾ ഒരുപാടുള്ള നാടാ ഇത്. ഞങ്ങളെ പോലുള്ളവരുടെ സഹായം ആവശ്യമുള്ള വേറെയും ആൾക്കാരുണ്ട്. സത്യം, ദൈവത്തിന്റെ കയ്യൊപ്പുള്ളവരാ ഇവരെ പോലെയുള്ളവര്. എന്നോടുള്ള വാശി തീർക്കാൻ ഇവരുടെ സേവനം ഉപയോഗിക്കുന്നത് വളരെ ചീപ്പാണ് ആന്റി. ഇവരല്ലെങ്കിൽ മറ്റൊരാള് കുറച്ച് ആരോഗ്യവും തടിമിടുക്കുമുള്ള മെയിൽ നഴ്സിനെ തന്നെ ഞാൻ കൊണ്ടുവരും. അതിലും നല്ലത് രണ്ട് ഗുണ്ടകളെ വരുത്തി എന്നെ അവരുടെ തടവിലാക്കുന്നതാ. ഒരു കാര്യം പറയാതെ വയ്യ, നിങ്ങൾ ഭാര്യയും ഭർത്താവും സൂപ്പർ വൈബാണ്. വൈബ് ഇറങ്ങി പോടി. ദേ, എടി പോടിന്നൊക്കെ നിങ്ങളുടെ അടിമകളെ വിളിച്ചാ മതി, എന്നോട് വേണ്ട. വരട്ടെ. ശരി. പാവം വസുന്ധരാന്റിയുടെ സമയം വളരെ മോശ.
ആന്റി വിളിച്ചോണ്ട് വരുന്നവര് തന്നെ ആന്റിയോട് ദേഷ്യപ്പെടുക. ഇനി സാറിനെ നോക്കാൻ വരുന്ന ഗുണ്ടകൾ ആന്റിയെ കൈകാര്യം ചെയ്യാതിരുന്നാ മതി എന്റെ ഈശ്വരാ. എടീ, എന്നെ ഈ പരിഹസിക്കുന്നതിനൊക്കെ നീ അനുഭവിക്കും, അനുഭവിപ്പിക്കും ഞാൻ. അമ്മ പറഞ്ഞതുപോലെ ഹോം നേഴ്സിന് വയ്ക്കാൻ ഞാൻ തയ്യാറായി. പക്ഷെ എന്ത് ചെയ്യാനാ, ഇക്കാലത്ത് എഫിഷ്യന്റ് ആയവരെ കിട്ടാൻ ഭയങ്കര ബുദ്ധിമുട്ടാ. സംസാരിച്ച് സമയം കളയണ്ട സർ, നമുക്ക് കുളിച്ചാലോ? നമുക്കോ?